സിറോ മലബാർ സഭയിൽ കുർബാന രീതി ഏകീകരിക്കാനുള്ള തീരുമാനം വേണ്ടത്ര ആലോചനയില്ലാതെ എടുത്തതാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ സഹായമെത്രാൻ ബിഷപ്പ് തോമസ് ചക്യത്ത്. ആത്മകഥാരൂപത്തിലുള്ള തന്റെ പുസ്തകമായ ദൈവം സാക്ഷിയിലാണ് വിമർശനമുള്ളത്. ചില മെത്രാന്മാരുടെ തീവ്ര നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ബിഷപ്പ് തോമസ് ചക്യത്ത്. 1999 ഏകീകൃത കുർബാന അർപ്പണ രീതി തീരുമാനിച്ച സിനഡിൽ ബിഷപ്പ് തോമസ് ചക്യത്തുമുണ്ടായിരുന്നു. വത്തിക്കാൻ സുന്നഹദോസിന്റെ പുരോഗമന ചിന്തയിൽ നിന്നുള്ള പിന്നോട്ടുപോക്കായിരുന്നു ആ തീരുമാനമെന്നാണ് ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. തീരുമാനങ്ങൾ നടപ്പാക്കൽ എളുപ്പമായിരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എതിർപ്പുകൾ വഴിവിട്ടു പോകുന്നത് മനസ്സിലാക്കി കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ കാനൻ നിയമം നൽകുന്ന വിവേചനാധികാരം ഉപയോഗിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇളവ് നൽകി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സിനഡ് തീരുമാനിച്ച കാര്യം അദ്ദേഹം തന്നെ മാറ്റിയെന്നും 6 രൂപതകളിലെ മെത്രാന്മാർ ജനാഭിമുഖ കുർബാന തുടരാൻ അനുമതി നൽകിയെന്നും ആത്മകഥയിലുണ്ട്. ഏകീകൃത രീതി സംബന്ധിച്ച് വൈദികരും സന്യസ്തരും ദൈവജനവുമായി ആലോചിക്കേണ്ടതായിരുന്നുവെന്നും കാലം മാറിയത് താൻ ഉൾപ്പെടെയുള്ള പിതാക്കന്മാർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നും ബിഷപ്പ് തോമസ് ചക്യത്ത് പറയുന്നു. ഭാവിയിൽ ലിറ്റർജി സംബന്ധിച്ച് തീരുമാനിക്കും മുൻപ് രൂപതകളിലും സെൻട്രൽ ലിറ്റർജിക്കൽ സമിതിയിലും ആലോചിക്കണമെന്ന് പിന്നീട് തീരുമാനിച്ചത് 1999 പാകപ്പിഴ മൂലമാണ്. എങ്ങനെയെങ്കിലും കുർബാന ഏകീകരണം നടപ്പാക്കാൻ ആഗ്രഹിച്ച തീക്ഷ്ണമതികളായ ചില പിതാക്കന്മാർ തന്നെ സമീപിച്ചുവെന്നും 1999 ഓർമ്മകൾ ചാരത്തിൽ കിടക്കുന്ന തീക്കട്ടയുടെ സ്ഥിതിയിലാണെന്ന് താൻ അവരെ ഓർമ്മിപ്പിച്ചെന്നും ആത്മകഥയിൽ അദ്ദേഹം കുറിക്കുന്നു. അഹന്തയും സ്വാർത്ഥതയും നിറഞ്ഞ മനസ്സോടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടുമെന്നും മാർ ചക്യത്ത് വിമർശിക്കുന്നു. നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.